ഇപ്പോൾ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള സമര വേദിയിൽ നേരത്തെ തന്നെ എത്തിയവരാണ് ഇവരൊക്കെ. ഇപ്പോൾ എല്ലായിടങ്ങളിലും പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ള സമരങ്ങൾ നമ്മൾ കണ്ടെങ്കിൽ ഇപ്പോൾ വിജയം ലഭിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ എഎസ്എഫിന്റെ നേതൃത്വത്തിലുള്ള സമരം ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ എഎസ്എഫും എസ്എഫ്ഐ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേരളത്തിലും വിജയനിമിഷം ആഘോഷിക്കുന്നത്. മാർച്ചായി തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ വിജയനിമിഷത്തെ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേരളത്തിലും കാണുകയാണ്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, എഎസ്എഫിന്റെ നേതൃത്വത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അഭിവാദ്യം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാർച്ച് സംഘടിപ്പിക്കുന്നത്. എവിടെയാണ്, ഏത് ഭാഗത്താണ്? പ്രതീക്ഷ, കോഴിക്കോട് മാനാഞ്ചിറ മിഠായിത്തെരുവ് പരിസരത്താണ് ഇപ്പോൾ CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടന AISF, AIYF ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. അവരുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തി ലഡു വിതരണമൊക്കെ നടത്തിയാണ്. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ ആഹ്ലാദിച്ച് ലഡു വിതരണം നൽകിയാണ്, ആളുകൾക്ക് വിതരണം നൽകിയാണ്. അങ്ങനെയാണ് ഈ പ്രകടനം മാനാഞ്ചിറയിലേക്ക് എത്തിയത്. വിവിധ സംഘടനകൾ, പ്രത്യേകിച്ചും SFIയും DYFIയും ഒക്കെ സമാനമായ രീതിയിൽ കോഴിക്കോട് KSRTC പരിസരത്തും പുതിയ സ്റ്റാൻഡിലും ഒക്കെ സമാനമായ രീതിയിലുള്ള ഈ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ സംഘടനകൾ എല്ലായിടങ്ങളിലും സമാനമായ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. രാജ്യത്ത് ഐതിഹാസികമായ ഒരു സമരമാണ് ഡൽഹിക്ക് സാക്ഷ്യം വഹിച്ചത്. ദിവസങ്ങൾ നീണ്ടുനിന്ന 20 ദിവസത്തോളം നീണ്ടുനിന്ന സമരത്തിന് അവസാനം അവരുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടു. ഈ സമരത്തിന് വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ പലരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എങ്ങനെയാണ് നിങ്ങളുടെ ആഹ്ലാദ പ്രകടനമാണോ? ഞങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനുള്ള ആഹ്ലാദമാണ്. രാജ്യത്ത് മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെരുവിലാണ് കുറേ ദിവസങ്ങളായിട്ട്. ആ സമരത്തിൽ അവസാനം വിജയമെത്തി. ഒരുപാട് പിടിച്ചു നിന്നെങ്കിലും സംഘപരിവാറിൻ്റെ ആ ഉരുക്കുമുഷ്ടി വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ ജ്വാലയുടെ മുമ്പിൽ താണിരിക്കുകയാണ്. അതിൽ രാജ്യത്തിന് മുഴുവൻ വിദ്യാർത്ഥികളും യുവജനങ്ങളും ആവേശത്തിലാണ്. നേരിട്ടത് വലിയ ഭയാനകമായ രീതിയിലാണ്. അതെ, രാജ്യം ഇതുവരെ കാണാത്ത ഒരു ഐക്യപ്പെടൽ കണ്ടപ്പം BJP RSSും പകച്ചുപോയതാണ് ആ ആക്രമണത്തിലൂടെ നമ്മൾ കണ്ടത്. അതിൻ്റെയൊക്കെ അവസാനം ചർച്ചയിലും ഒതുങ്ങുമെന്ന് മനസ്സിലാക്കി അവർ കരുതി. പക്ഷേ അതും വിദ്യാർത്ഥികളും യുവജനങ്ങളും അതിജീവിച്ചു. സമരം തുടർന്നുപോയി. ഇടതുപക്ഷം പകർന്നു കൊടുത്ത ആശയങ്ങളുടെ അടിത്തറയിലാണ് സമരങ്ങൾ. വിദ്യാർത്ഥികളും യുവജനങ്ങളും രാഷ്ട്രീയമില്ലാത്ത ഒരുപാട് പേരൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് മുദ്രാവാക്യങ്ങൾ നൽകി ഭഗത് സിംഗിൻ്റെയും ചെഗുവേരയും സുഖദേവിൻ്റെയൊക്കെ ചിത്രങ്ങളും ആശയങ്ങളും നൽകി ആ സമരത്തെ ഉറച്ചേൽപ്പിച്ചതിൻ്റെ ഇടതുപക്ഷ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെയും പങ്കും നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. വിദ്യാർത്ഥികളുടെ സമരത്തിൻ്റെ വിജയമാണ്. ഐക്യം, വലിയ കൂട്ടായ്മ. അതെ, കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തേക്ക് ജാതി മതത്തിൻ്റെ അപ്പുറത്തേക്ക് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് കണ്ടൊരു സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. അതായത് ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചാൽ നാസികൾ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള ഒരു ആശയം. ബ്രിട്ടീഷുകാരെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അഭിമാനിക്കാം. അങ്ങനെ ആരും തോറ്റോടിയില്ല. കേന്ദ്ര സർക്കാരിന്റെ ആ മർക്കട മുഷ്ടി പ്രയോഗത്തിന് മുൻപിൽ ആരും പതറിയില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ ഈ വിജയ നിമിഷത്തിൽ പങ്കുവയ്ക്കാനുള്ള ആ ഒരു അവകാശമുണ്ട്. അതാണിപ്പോൾ കേരളത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.